10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്താൻ പ്രതികൾ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. ജുവനൈൽ ഹോമിലുള്ള പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെത്തിയത്. 4 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഷഹബാസിനെ ആക്രമിക്കാൻ പ്രതികളായ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത് നഞ്ചക്കാണെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അതേസമയം നാളെ തുടങ്ങാനിരിക്കുന്ന SLC പരീക്ഷ പ്രതികളെ എഴുതിക്കാൻ അനുവദിച്ചാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ്. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയും പുറത്തിറക്കി. കണ്ണൂരിൽ കർഷകനെ ആക്രമിച്ച കാട്ടുപന്നിയെ കൊന്ന നാട്ടുകാർ. പാനൂർ വെള്ളിയായി സ്വദേശി ശ്രീധരന്റെ മരണത്തിന് പിന്നാലെയാണ് നാട്ടുകാർ കാട്ടുപന്നിയെ കൊന്നത്. ചെണ്ടയാട്ടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ഇതിനു മുമ്പും പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരുന്നതായാണ് അറിയുന്നത്. വെള്ളിയായി സ്വദേശിയാണെങ്കിലും ചെണ്ടായിട്ടാണ് ശ്രീധരന്റെ കൃഷിയിടമുള്ളത്. രാവിലെ അവിടെ കൃഷിപ്പണിക്കായി പോയതായിരുന്നു. അവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കേരളം ലഹരിക്കെതിരായ പുതിയ മാതൃക തീർക്കുമെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. കൗമാരക്കാരിൽ വയലൻസ് കൂടുന്നതിനോടൊപ്പം മയക്കുമരുന്ന് വെല്ലുവിളിയും കൂടുന്നുവെന്ന് പറഞ്ഞ മന്ത്രി ഈ സംസ്കാരത്തിന് സിനിമയ്ക്ക് വലിയ പങ്കുണ്ടെന്നും വിമർശിച്ചു. അതേസമയം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും തദ്ദേശ മന്ത്രി വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിന്റെ സമരവേദിയിൽ വീണ്ടും എത്തി മഴയത്ത് സമരം ചെയ്യുന്നവർക്ക് റെയിൻകോട്ടുകളും കുടകളും വാങ്ങി നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനായി നാളെ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ഇത് 2ാം തവണയാണ് സുരേഷ് ഗോപി സമരവേദിയിൽ എത്തുന്നത്. ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി JP നദ്ദയെ കാണുമെന്നും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെ മലയാളി ജോർദൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു. സന്ദർശക വിസയിൽ ജോർദനിലെത്തിയ തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത്. തലക്ക് വെടിയേറ്റാണ് മരണം. അതേസമയം തോമസിനൊപ്പം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തി. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി. മുന്നോട്ടുള്ള ലക്ഷ്യത്തിനായി അവർ ഒന്നിച്ചു നിൽക്കുന്നുവെന്നും AICC ആസ്ഥാനത്ത് കേരള നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം Xൽ പങ്കുവച്ചുകൊണ്ട് രാഹുൽ കുറിച്ചു. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിലടക്കം പങ്കെടുത്ത കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായ ഹിമാനി നഗർവാൾ എന്ന 22-കാരിയാണ് മരിച്ചത്. റോഹത്തക്കിലെ സാംല ബസ് സ്റ്റാൻഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. 3 മാസമായി വാടക നൽകാത്തതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭോപ്പാൽ ഓഫീസ് പൂട്ടി. എന്നാൽ സത്യസന്ധതയുള്ളതിനാലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നായിരുന്നു AAPയുടെ ആദ്യ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടിക്ക് ഫണ്ടില്ല, അതിനാൽ വാടക കൊടുക്കാൻ സാധിച്ചില്ല, AAPയുടെ മധ്യപ്രദേശ് ജോയിന്റ് സെക്രട്ടറി രാമകാന്ത് പാട്ടേൽ പറഞ്ഞു. ഇംഗ്ലീഷ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഒപ്പുവെച്ചു. ഫെഡറൽ ഫണ്ടിംഗ് ലഭിക്കുന്ന സർക്കാർ ഏജൻസികൾക്കും സംഘടനകൾക്കും ഇംഗ്ലീഷ് ഒഴികെയുള്ള ഭാഷകളിൽ രേഖകളും സേവനങ്ങളും നൽകുന്നത് തുടരണോ എന്ന് തീരുമാനിക്കാൻ ഈ ഉത്തരവ് അനുവദിക്കുന്നു. രഞ്ജി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിദർഭ ജേതാക്കൾ. 6 വർഷത്തിന് ശേഷമാണ് വിദർഭ രഞ്ജി ട്രോഫിയിൽ മുത്തമിടുന്നത്. ഫൈനലിൽ കേരളത്തിനെതിരെ സമനില നേടിയതോടെയാണ് 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിദർഭ വീണ്ടും രഞ്ജി ട്രോഫി കിരീടം നേടുന്നത്. രഞ്ജിയിൽ വിദർഭയുടെ 3ാം കിരീടമാണിത്.